ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അറബിക് കുനാഫയാണ്. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് ഇതിനുള്ളിൽ കുനാഫയുടെ ഉള്ളിൽ വെക്കുന്ന ഒരു ക്രീമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിനാണെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ ഒരു മൈദ എന്നിവ ചേർത്ത് ഒരു കപ്പ് പാലാണ് ഇന്ന് ടോട്ടലി എടുക്കുന്നത് ഈ ക്രീമിന് വേണ്ടി. അതിൽ ഇച്ചിരി പാലൊഴിച്ച് നല്ലപോലെ ലംസ് ഇല്ലാതെ കട്ട കെട്ടാതെ നമ്മൾ കലക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളാണെങ്കിൽ ഒരു കടായി എടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് നമ്മൾ ഈ ഉണ്ടാക്കി വച്ചേക്കുന്ന മിശ്രിതം ഇതിലൊഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്കാണെങ്കിൽ 2 സ്പൂണ് പഞ്ചസാര ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓൾറെഡി നമ്മൾ സിറപ്പാണ് ഒഴിക്കുന്നത്, എന്നാലും ക്രീമിന് ഇച്ചിരി മധുരം വേണ്ടവർക്ക് ഇച്ചിരി പഞ്ചസാര ഒഴിക്കാം. പിന്നെ 1 സ്പൂൺ പാൽപ്പൊടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ മിക്സിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടെ ഈ ക്രീം ചീസ് ഇട്ട് കഴിയുമ്പോഴത്തേന് ഇത് നല്ലപോലെ ഒരു കുറുക്ക് മാതിരിയായിട്ട് തിക്കായിട്ട് വരും. അപ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്ത് നമ്മളിത് തണുക്കാൻ വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇച്ചിരി തിക്ക് ആക്കി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം, ഇതിൻ്റെ ടോപ്പിങ്സിൽ ഒഴിക്കാൻ വേണ്ടി. ഇതിനുശേഷം നമ്മൾ കുനാഫയുടെ ബാറ്റർ, അതായത് ഈ ഫെനി നമുക്ക് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമ്മൾ പിച്ചി ഇട്ടിട്ട് ഇതിലേക്ക് ഗീയോ ബട്ടറോ ഒഴിക്കാം. ഞാൻ ഇവിടെ എടുക്കുന്നത് ഗീ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഗീയൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഈ കുനാഫയുടെ ബാറ്റർ. ഇനി ഇതാണെങ്കിൽ ഇതിലേക്ക് ഒരു കടായി എടുത്ത് ഇതിലേക്ക് ഗീ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഉണ്ടാക്കി വച്ചിരിക്കുന്ന കുനാഫയുടെ ഫെനിയും ബട്ടറോടെ ഗീയുടെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അത് ടോപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ക്രീമാണെങ്കിൽ ഇത് ഈ കുനാഫയുടെ ടോപ്പ് ചെയ്തേക്കുന്നതിൻ്റെ മേലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ക്രീമെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ബാക്കി വന്നേക്കുന്ന ഫെനിയും കൂടെ ഇട്ട് നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിലേക്കാണെങ്കിൽ കുറച്ച് ഗീയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ കുനാഫ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം നമ്മൾ സ്ലോ കുക്ക് ചെയ്യണം അടച്ച് വെച്ചിട്ട്. അതിനുശേഷം ഒരു തിരിച്ചിട്ടിട്ട് വീണ്ടും 5 മിനിറ്റ് സ്ലോ കുക്ക് ചെയ്താൽ കുനാഫ റെഡിയായി. അങ്ങനെ നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ച് വിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റിംഗ് ടൈം. ഇന്ന് നീതുവാണ് ടേസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായും മതി. ടേസ്റ്റ് ചെയ്യും. നല്ല ചീസാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കുനാഫ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഡു ട്രൈ അറ്റ് ഹോം. ബൈ.